നമ്മുടെ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയൊക്കെ ഒരു കാര്യം, കല്യാണം കഴിയുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയും, ഈ നാട്ടിൽ അവളായിരിക്കും അടുത്തതായിട്ട് ഒളിച്ചോടുക, നോക്കിയിരുന്നു. ഈ തറവാടിനൊരു ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇവളായിരിക്കും. എന്നെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഭയങ്കര നീറ്റായിരുന്നു, ഞാൻ ഭയങ്കര ക്ലീൻ ആയിരുന്നു, ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഇവരൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒളിച്ചോടാണ്ടേ, കുടുംബത്തിന് നാണക്കേട് ഉണ്ടാവാണ്ടേ ഞാൻ കല്യാണം കഴിച്ചു. ഞാനല്ല, കല്യാണം കഴിച്ചു. ഒരാൾ കല്യാണം കഴിച്ചു. ആ കല്യാണത്തിന്റെ സദ്യ അണ്ണാക്കിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പഴയ തെണ്ടിത്തരം വീണ്ടും പറഞ്ഞു. എത്ര നാളുണ്ടാവിച്ചിട്ടാ 2 മാസം ഏറിപ്പോയി അവിടെ നിൽക്കും. ഓള് നോക്കിക്കൊണ്ട് ഓള് ഡൈവോഴ്സ് ആവും. കുടുംബം കളിക്കും, ഓൻ്റെ മനസ്സും കളിക്കും. ഓള് ഇറങ്ങി ഇങ്ങോട്ട് വരും, ഓള് വരും ഇങ്ങോട്ട് തിരിച്ച് നോക്കിക്കോളൂ, ഡൈവോഴ്സ് ആവും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ നമ്മുടെ ഓരോ കാര്യത്തിനെ പറ്റിയിട്ടും പൊതുവായിട്ടൊരു അഭിപ്രായമുണ്ട്, ഒരു അഭിപ്രായമുണ്ട്, മോശം അഭിപ്രായം. അത് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കരുത് ലൈഫിൽ. എന്നെഴുതി ഒളിച്ചോടാനല്ല കേട്ടോ ചേച്ചി പറയണത് മക്കളെ. ഏറ്റവും വിഷമം എന്താണെന്ന് അറിയോ, അന്നൊക്കെ ഇങ്ങനെ പറന്ന് എല്ലാം ഒപ്പിച്ച് നടന്ന ആൾക്കാർക്കൊക്കെ നല്ല പേരും, കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് ഒരു ജീൻസും ടീഷർട്ടും ഇട്ട് നടന്നതിന് നമുക്ക് കേൾക്കാത്ത പേരുണ്ടായിരുന്നില്ല. സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങളാണ് ബെസ്റ്റ്. നിങ്ങൾ കാരണമാണ് ഞാനടക്കമുള്ള വേറെ കുറേ ടീംസിന് ഇതുപോലെ ലൈഫിൽ ലോങ് ട്രോമ കിട്ടിയത്. താങ്ക്സ് ഫോർ ദാറ്റ്. ഓക്കെ, നല്ല പേരൊക്കെ മേടിച്ച ടീംസൊക്കെ ഇപ്പോൾ എവിടെയാണാവോ? അല്ല, കാണാണ്ടിരിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. കാണണ്ട, എനിക്ക് കാണുന്നെ വേണ്ട.